എനിക്ക് വണ്ടിയോടൊന്നും വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഇവിടെ വന്ന് എനിക്ക് കണ്ടെല്ലാം കഴിഞ്ഞപ്പോൾ ഒരു ഇൻട്രസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ പഠിച്ച M.Com ആയിരുന്നു. അപ്പം ഞാൻ ബാങ്കിങ് ഫീൽഡായിരുന്നു കൂടുതൽ വർക്ക് ചെയ്തതും ഒക്കെ അങ്ങനെ ആയിരുന്നു. പക്ഷെ ആദ്യത്തെയൊക്കെ ഒരു വർഷമൊക്കെ നമുക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു, ഇത് സെറ്റ് ആവുമോ എന്നാ നമുക്കൊരു ഐഡിയ ഇല്ലായിരുന്നു. പക്ഷെ ഇത് വീട്ടിലും കല്യാണം കഴിയുമ്പോൾ ഗവൺമെന്റ് ജോലി എന്ന് പറഞ്ഞാൽ അവരെന്നെ കെട്ടിച്ചു വിട്ടേ. ഗവൺമെന്റ് ജോലി ഉണ്ടായിരുന്ന സമയത്ത്. അപ്പം അത് കഴിഞ്ഞപ്പം പക്ഷെ എനിക്ക് ഒരു വർഷം കഴിഞ്ഞപ്പോൾ ഇത് സെറ്റായി, ഇതുകൊണ്ട് നമുക്ക് കുഴപ്പമൊന്നും ഇല്ല എന്നുള്ളൊരു ഇത് വന്നപ്പോൾ പിന്നെ പ്രശ്നമില്ലായിരുന്നു. ഇവിടെ പിന്നെന്ന് പറഞ്ഞാൽ നമുക്കൊരു ഫ്രീഡം ഉണ്ട്. അവിടെ എന്ന് പറഞ്ഞാൽ അവരുടെ ഇഷ്ടത്തിന് നമ്മൾ ജോലി ചെയ്യുക, അങ്ങനെ ഒരു ടൈപ്പ് അല്ലായിരുന്നു. ഇവിടെ ഫ്രീഡം ഉണ്ട്, എല്ലാം ഉണ്ട്, നമുക്ക് നമ്മുടേതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതാണ് ഏറ്റവും നല്ലത് എനിക്ക് തോന്നുന്നത്. അടുത്ത് നമുക്ക് സ്പെയർ ഹബ്ബ് സെറ്റാക്കി എടുക്കുക. അതിപ്പോൾ ജനുവരി സ്റ്റാർട്ട് ചെയ്തോളൂ. എന്നാലും അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് എൻക്വയറി കാര്യങ്ങളും അതുപോലെ എന്നും കൊറിയർ ആണെങ്കിലും നമുക്ക് ഓൺലൈൻ വഴിയാണ് ഇപ്പോൾ കൂടുതലും ചെയ്യുന്നത്. ഷോപ്പായിട്ട് എടുത്തിട്ടില്ല. അപ്പോൾ ഓൺലൈൻ കൊറിയർ സർവീസൊക്കെ ചെയ്ത് കുഴപ്പമില്ലാതെ പോകുന്നു. അപ്പോൾ അവൾ പറഞ്ഞു അവൾക്ക് എന്തെങ്കിലും ഒരു ഇനിഷ്യേറ്റീവായിട്ട് തുടങ്ങണം എന്ന്. അപ്പോഴാണ് നമ്മൾ സ്പെയർ ഹബ്ബ്, സ്റ്റോക്കേഴ്സ് സ്പെയർ ഹബ്ബ് എന്ന് പറഞ്ഞൊരു സംഭവം തുടങ്ങുന്നത്. അപ്പോൾ അത് ഫുൾ അവൾ തന്നെയാണ് മാനേജ് ചെയ്യുന്നത്. സ്റ്റോക്കേഴ്സ് സ്പെയർ ഹബ്ബ് ഫുൾ ഇപ്പം വണ്ടിയുടെ സ്പെയർ പാർട്സ് വരെ പഠിച്ച്, പാർട്ട് നമ്പർ വരെ കാണാപ്പാടാ.